അങ്ങയുടെ ഒരു ഈ അനുഭവം എങ്ങനെയാണ് ഇവിടെ എത്തിക്കാൻ വരുന്നത്? ആദ്യം അനുഭവപ്പെടുന്നത് MTയുടെ ഒരു അനാഥത്വമാണ്. കാരണം ഞാൻ 2008 തൊട്ട് ഇവിടെ വരുന്നതാണ്, അദ്ദേഹം വിളിച്ച് വന്നതാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ മുഴുവൻ MTയുടെ സാന്നിധ്യമാണ്. മറ്റൊന്ന് പല അർത്ഥത്തിൽ എനിക്ക് വളരെ ഇതായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത്, തമിഴ്നാട്ടിൽ സ്ഥിരം താമസിക്കുന്ന ഒരു മലയാളി കുടുംബം 7 വയസ്സുള്ളൊരു കുട്ടീനെ, അഭിനവ് എന്ന് പറയുന്ന കുട്ടീനെയും കൂട്ടി അവരുടെ ഒരു സമർപ്പണമാണ്. ഈ തുഞ്ചൻപറമ്പിൽ വന്ന് എഴുതുക, അത് അങ്ങനെ എഴുത്തിലേക്ക് ഈ വായനയിലേക്ക് പോവാ, കുട്ടിയെ മലയാളം പഠിപ്പിക്കണം. കാരണം അവിടെ താമസിക്കുന്നെങ്കിലും സ്ഥിരമായി താമസിക്കുന്നെങ്കിൽ പോലും മലയാളത്തിന്റെ മണവും മധുരവും കയ്പും ഒരിക്കൽ പോലും അത് വിട്ടുപോയിക്കൂടാ, അത് അകന്നു പോയിക്കൂടാതെ എൻ്റെ മകൻ എന്നുള്ള ആ ഒരു ഷാഢ്യം, ആ ഒരു ഇഷ്ടം, അതെല്ലാം ഭാഷയോടുള്ള. കാരണം അവര് ഒരു അട്ടി മണ്ണാണ്, വാക്കെന്ന് പറയുന്ന ഒരു അട്ടി മണ്ണ് കൂടിയാണ്. ഇവിടെയുള്ള ഈ മണ്ണോട് ചേർന്ന് ഉള്ള വാക്കുകളെ നിലനിർത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ ഒക്കെ വലിയ സന്തോഷത്തിലാണ് കുട്ടി. കുട്ടി ഭയങ്കര സന്തോഷമാണ്. കാരണം കുട്ടി ഇതുവരെ ഇവിടെ താമസിക്കാൻ അധികം പറ്റിയിട്ടില്ല. 4-5 വയസ്സ് വരെ പൂർണ്ണമായിട്ട് അവിടെ നിന്നു. കഴിഞ്ഞ വർഷം എഴുതാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു 7 വയസ്സിൽ മറ്റാ കുട്ടി എഴുതുന്നത്. പക്ഷെ ആ കുട്ടിക്കുള്ള ഒരു സന്തോഷം, ആ അച്ഛനും അമ്മയ്ക്കുള്ള സന്തോഷം, യഥാർത്ഥത്തിൽ അവരുടെ ചിരിയില് മലയാള ഭാഷയുടെ ചിരിയാണ്. അവർക്ക് അതിന് മലയാളത്തിനോടുള്ള പ്രതിപത്തി ചിലപ്പോൾ ഇവിടെ താമസിക്കുന്ന നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ടോ എന്നുള്ളൊരു നമുക്ക് തോന്നുന്നുള്ള. മൊത്തത്തിൽ MTയുടെ ഒരു അനാഥത്വം വല്ലാതെ അലട്ടുന്നുണ്ട് നമ്മളെ. കാരണം MT എവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടില്ല, പക്ഷെ MTയുടെ സാന്നിധ്യം നമ്മൾ അറിയുന്നുണ്ട്. MT എവിടെയോ ഉണ്ട് എന്നുള്ള. MTയുടെ അനാഥത്വം വല്ലാതെ അലട്ടുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം ഒരു ആഹ്ലാദം എന്ന് പറയുന്നത് ഈ കുട്ടികൾ, അവർക്ക് നേരത്തെ പറഞ്ഞ വഴി തമിഴ്നാട്ടിലാണെങ്കിൽ ഏത് ദേശത്തായാലും ഈ മലയാണ്മയുടെ സൗന്ദര്യം നമുക്ക് അനുഭവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കുട്ടിക്കും രക്ഷാകർത്താക്കളും. ആ കുട്ടിയെന്നെ പറഞ്ഞു, എനിക്ക് മലയാളം നന്നായി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളത്. അത് വലിയൊരു സന്തോഷം. ഓരോ അനുഭവങ്ങളാണ് ഓരോ എഴുത്താശാന്മാർക്കും അല്ലെങ്കിൽ സാഹിത്യകാരന്മാർക്കും ഒക്കെ പങ്കുവയ്ക്കാനുള്ളത്. ഇവിടെ മണിക്കൂറുകളായി ഇന്ന് രാവിലെ 4:45 ഇവിടെ എഴുത്തിനിരുത്തൽ ചടങ്ങ് തുടങ്ങിയത്. ഇതുവരേക്കും ഏതാണ്ട് 1000-ലധികം കുട്ടികൾ എഴുത്തിനിരുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 3000-ലധികം കുട്ടികളെ ഇത്തവണ എഴുത്തിനിരുത്തും എന്നുള്ളൊരു കണക്കൂട്ടലാണ് ഇവിടെയുള്ളത്. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെ പറയാം. കൃത്യമായ നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർക്ക് ആർക്കും തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ കൂടാതെ കുട്ടികളുടെ നാവിൽ ഹരിശ്രീ കുറിച്ച് മടങ്ങാൻ കഴിയും. ചേച്ചി എഴുത്തിനിരുത്തിയോ? ഇല്ല, എഴുതിയിട്ടില്ല. എവിടുന്നാ വരുന്നേ? കോഴിക്കോട് നിന്നാണ്. ഇവിടെ തന്നെ എഴുത്തിരുത്തുന്ന ആഗ്രഹം കൊണ്ടാണോ? എന്താണ് പേര് മോന്റെ? എന്താ പേര്? ആഹാ. എന്നിട്ട് ഇത് അവധിയായിട്ടുണ്ട്? ഇവിടെ വരുന്ന ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. എന്താണെങ്കിലും തിരക്ക് അവിടെ ആളുകളൊക്കെ കാത്തു നിൽക്കുന്നതാണ്. നമുക്ക് ഇവിടെയും നമുക്ക് കാണാം 2 വരിയായിട്ടാണ് ഒരു സരസ്വതി മണ്ഡപത്തിൽ 2 വരിയായിട്ടാണ് എഴുത്തുകാരന്മാർ, സാഹിത്യകാരൊക്കെ കുഞ്ഞുങ്ങളുടെ നാവിൽ ഹരിശ്രീ കുറിക്കുന്നത്. അങ്ങനെ ഇതേ രീതിയിലുള്ള ചടങ്ങ് കൃഷ്ണശിലാ മണ്ഡപത്തിലും പുരോഗമിക്കുന്നുണ്ട്. അവിടെ എഴുത്തച്ഛൻ്റെ പിന്മുറക്കാരെന്ന് സങ്കല്പിക്കുന്ന 3 പാരമ്പര്യ എഴുത്താശാന്മാരാണ് അവിടെ എഴുത്തിനിരുത്തലിൻ്റെ നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ വാദ്യകലാകാരന്മാർ അരങ്ങേറ്റം നടക്കുന്നുണ്ട്, കവികളുടെ വിദ്യാരംഭമുണ്ട്. ഇങ്ങനെ സജീവമാണ് ഈ ഒരു ദിവസം, വിദ്യാരംഭ ദിവസം തുഞ്ചൻപറമ്പ്. പക്ഷേ ഇവിടെയൊക്കെ തന്നെ ഒരു ശൂന്യത, MTയുടെ ഒരു വലിയ ശൂന്യത ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത്. മുൻപൊക്കെ കഴിഞ്ഞ 2 വർഷം അദ്ദേഹം ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്കിവിടെ അനുഭവിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇല്ലാത്ത ഒരു വിദ്യാരംഭ ദിനം എന്നുള്ളത് ഇവിടെ എത്തുന്ന പലർക്കും, പ്രത്യേകിച്ച് സാഹിത്യകാരന്മാർക്കൊക്കെ അത് ഉൾക്കൊള്ളുന്നതിന് അല്പം വിഷമമുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും ഇവിടെ തിരൂർ തുഞ്ചൻപറമ്പിലെ വിദ്യാരംഭ ദിവസം ചടങ്ങുകളൊക്കെ തന്നെ നിശ്ചയിച്ച പോലെ തന്നെ തുടരുന്നു. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ നിയന്ത്രണ വിധേയമായിട്ട് തന്നെയാണ്. ആർക്കും വലിയ ബുദ്ധിമുട്ട് കൂടാതെ ഈ ഒരു വിദ്യാരംഭ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടത്തി തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. അങ്ങനെ തുഞ്ചൻപറമ്പിലെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു.
ഇനി ഈ ദിവസം ഏതൊരു വിശ്വാസിയും എത്തിപ്പെടാൻ കൊതിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഉറപ്പായും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമാണ്. അവിടെ ഈ ഒരു ദിവസത്തിന്റെ മുഴുവൻ നന്മയും അല്ലെങ്കിൽ ഈ ദിവസത്തിന്റെ മുഴുവൻ ഐശ്വര്യവും തേടി ഒരുപക്ഷെ കർണാടകയിലാണ് കൊല്ലൂരെങ്കിലും അവിടെ എത്തുന്നതിൽ ഒരു 80% മലയാളികളാണ്. അതെ, അതും സ്ഥിരമായി എത്തി വീണ്ടും വീണ്ടും അവിടേക്ക് പോകാൻ ആഗ്രഹിച്ചെത്തുന്നത്. മൂകാംബികമ്മയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നത് നമ്മൾ വിചാരിച്ച പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് സത്യമാണെന്ന് പല സമയത്ത് നമുക്കും തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് നനച്ചിരിക്കാതെ പോകാൻ പറ്റും. ചിലർ ഒരുപാട് കാലമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ പോകാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെ കുറെ വിശ്വാസങ്ങളുണ്ട്. എന്തായാലും മൂകാംബികയിൽ നിന്നും സമഗ്ര കവറേജ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഭവ്യ പാർവതിയും രഞ്ജിത്ത് രാമചന്ദ്രനും ചേരുന്നുണ്ട്. ഭവ്യയും രഞ്ജിത്തും വളരെ ഭാഗ്യം ചെയ്ത ആളുകളാണെന്ന് ഞങ്ങൾക്കൊക്കെ തോന്നുന്ന 2 ദിവസമാണ് കടന്നുപോയത്. കാരണം അവിടുത്തെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു ഇന്നലെ ആ പുഷ്പരഥോത്സവം. അത് അവിടെ ആ സമയത്തുണ്ടാവാൻ പറ്റി, കുടജാദ്രിയിൽ പോകാൻ പറ്റി. അങ്ങനെ എന്തൊക്കെ അനുഭവിക്കണമോ മൂകാംബികയിൽ ഒരു നവരാത്രി കാലത്ത് അതെല്ലാം ആ അനുഭവങ്ങളെല്ലാം നിങ്ങൾക്കുണ്ട്. ഇന്നത്തെ ദിവസം പുലർച്ചെ 3:30 തുടങ്ങിയ എഴുത്തിനെഴുത്താണ്. തിരക്ക് അതുപോലെ തന്നെ തുടരുകയാണോ? എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും 3:30 മണിക്ക് ഇവിടെ എഴുത്തിനെഴുത്തൽ ചടങ്ങ് ആരംഭിച്ചു. 3:30 മണി മുതൽ തന്നെ തിരക്ക് കാര്യമായി അനുഭവപ്പെടുന്നുണ്ട്. തൊട്ടുപുറകിൽ കാണുന്ന പ്രത്യേക സജ്ജീകരണം നടത്തിയ സ്ഥലത്താണ് എഴുത്തിനെഴുത്തൽ ചടങ്ങ് ആരംഭിക്കുന്നത്. കുരുന്നുകളൊക്കെ അവിടെ രാവിലെ മുതലുണ്ട്. ഇന്ന് 12:30 വരെ ഈ ചടങ്ങ് നീണ്ടു നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭവ്യ, നമ്മൾ ഇന്നലെ മുതൽ തന്നെ ഒരുപാട് ആളുകൾ ഈ എഴുത്തിനെഴുത്തൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് എത്തുകയും ഒരു പ്രത്യേക മുറികൾ എടുത്ത് താമസിക്കുകയും രാവിലെ 3:30 തന്നെ ഇവിടെ എത്തി. ഇന്നിപ്പോൾ പുറത്ത് വലിയ ക്യൂ ഇല്ല, പക്ഷെ അകത്ത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ ക്യൂ അനുഭവപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിൽ ദർശനം നടത്താനും മറ്റുമുള്ളതാണ്. നമുക്കറിയാം, എല്ലാ കലകളുടെയും ഒരു ആരംഭം കുറിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. നൃത്തമായാലും സംഗീതമായാലും വിദ്യ ആയാലും ഒക്കെ എഴുത്തിനെഴുത്തൽ ചടങ്ങ് അടക്കം എല്ലാ കലകളുടെയും ഒരു ആരംഭം കുറിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് ഇത്. ഇവിടെ ഇത്ര വലിയ തോതിൽ വലിയ ഗംഭീരമായി വലിയ ആഘോഷമായി വലിയ ഭക്തി നിർഭരമായുള്ള ചടങ്ങുകൾക്ക് രാവിലെ തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. തീർച്ചയായും രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്നത്തെ ദിവസത്തിന് ഹിന്ദു വിശ്വാസപ്രകാരം ഒരുപാട് പ്രത്യേകതകളുണ്ട്. അറിവിന്റെ, അക്ഷരങ്ങളുടെ, കലയുടെ ഒക്കെ ഒരു പുണ്യ ദിവസമാണ് ഈ ദിവസം. ഇവിടെ മൂകാംബിക അമ്മയുടെ മുൻപിൽ വന്ന് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഓരോ മാതാപിതാക്കളുടെയും വലിയൊരു ആഗ്രഹം തന്നെയായിരിക്കും. ആ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഒരു ദിവസം കൂടിയാണ്. നമ്മൾ രാവിലെ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് കൂടുതലും കുട്ടികളാണ്. വാശി പിടിച്ച് കരയുന്നവരുണ്ട്. അരിശ്രീ കുറിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അതിനു വേണ്ടി സഹകരിക്കുന്ന കുട്ടികളുണ്ട്. അതിന് പിണങ്ങുന്നവരുണ്ട്. അച്ഛന്റെ അമ്മയുടെ മടിയിലൊക്കെ ഓടി കയറുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ ഇന്നത്തെ ദിവസം മൂകാംബിക അമ്മയുടെ മുൻപിൽ സന്തോഷത്തിന്റെ ഒരുപാട് കാഴ്ചകൾ. അതെ, തീർച്ചയായും. എഴുതിയോ? എന്തായി? എഴുതിയോ? ഇഷ്ടപ്പെട്ടോ? എന്താ എഴുതിയത്? ABCD ഹരിശ്രീ എഴുതി. വീട്ടിൽ പോയിട്ട് ഇനി എഴുതുവോ? എന്തോ എഴുതുക? ABCD ആണോ? പേരെന്താ? ഈ മുല്ലപ്പൂ തരാവോ എനിക്ക്? ഇല്ലേ? ആരാ എഴുതി? അച്ഛനാണോ എഴുതിയത്? ആരാ ഇരുന്നത്? മടിയിൽ ആരെ മടിയിലായിരുന്നത്? ഒറ്റയ്ക്ക് ഇരുന്നല്ലേ? ആരും ഇരുത്തിയില്ല. ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതി. മിടിക്കാട്ടോ, മിടിക്കാണേ. ശരി, ആകെ ടെൻഷനിലാന്ന് തോന്നുന്നു. നിങ്ങൾ എവിടെ നിന്ന് ചേട്ടാ? ശരി, ഇവിടെ നിന്ന് തന്നെ എഴുതണം എന്നുള്ള ആഗ്രഹമായിരുന്നു. ഇന്നലെ എത്തിയോ? അതോ രാവിലെ എല്ലാം ഭംഗിയായി നടന്നു. അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ അല്ലേ? അപ്പൊ അതാണ് അങ്ങനെ ഒരുപാട് കുരുന്നുകൾ. ഒരാൾ വരുന്നുണ്ട്. ഇവര് അച്ഛനും മകനും ഒക്കെ ഡ്രസ് കോഡൊക്കെയാണ്. ശ്രദ്ധിച്ചോ? ഡ്രസ് കോഡൊക്കെയാണ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണോ ചേട്ടാ? എപ്പോഴും ഇങ്ങനെയാണോ? ഡ്രസ് കോഡൊക്കെയാണോ? ആകെ പരിഭ്രാന്തിയാണ്, ക്ഷീണം. ഉറക്കത്തിലാണ്. ട്രാവൽ ലേറ്റ് ആയി. എവിടുന്നാ വരുന്നേ? മഞ്ചേരി, മലപ്പുറം മഞ്ചേരി. എല്ലാം ഭംഗിയായി നടന്നോ? ഇവിടെ തന്നെ എഴുതിക്കണം എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. ഹലോ, ഉറക്കത്തിലാണോ? അയാള് പൂർണ്ണ ഉറക്കത്തിലാണോ എഴുതിയത്? ഹലോ സാർ, എന്താ എഴുതിയത്? ഹരിശ്രീ എഴുതിയോ? ABCD ആണോ എഴുതിയത്? 1 2 3 പറഞ്ഞ 1 2 3 ഇല്ല. ഹരിശ്രീ ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ABCD ആകുമ്പോ ഒരു കൃത്യമായിട്ട് പറയും എഴുതിയത്. അങ്ങനെയാണ്. തൊട്ടുപുറകിൽ കാണുന്ന സ്ഥലത്താണ് ഇവരൊക്കെ എഴുതി വരുന്ന ആളുകളാണ്. അവിടെ ഒരാളുണ്ട്. തിരിച്ചു വരികയാണ്. ഹലോ, എവിടുന്നാ ചേട്ടാ? പാലക്കാട് നിന്നാണ്. മോന്റെ പേരെന്താ? ശ്രീയാൻഷ്. അടിപൊളി പേരാണല്ലോ. ഹലോ, എഴുതിയോ? ABCD എഴുതിയോ? ഇല്ല, ബഹളമാണ്. കരഞ്ഞോ? എഴുതുമ്പോ കരഞ്ഞോ? ചെറുതായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. സഹകരിച്ചില്ല.
തകർത്തില്ല, എന്നാലും ഭയങ്കര ഇതായിരുന്നു, മടിയാണ്. പക്ഷെ എങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് ഇവിടെ വരുന്ന ആഗ്രഹമാണ്. ഇവിടെ വന്നിട്ട് എഴുത്തിന് ഫസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് എഴുത്തിന് ഇരിക്കണം പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനടുത്ത് തന്നെ ഞാൻ ലീവ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അത് സാധിച്ചു. ആഗ്രഹം സാധിച്ചു. സന്തോഷം. സന്തോഷം. ഈ കുഞ്ഞ് ജനിക്കുന്ന സമയത്തുള്ള ആഗ്രഹമായിരുന്നു. അതിനു മുന്നേ തന്നെ ആഗ്രഹമായിരുന്നു. ആദ്യത്തെ എഴുത്തിനിരുത്തി ഇവിടെ തന്നെ വേണമെന്ന് ഏട്ടൻ എപ്പോഴും പറയാം.